കേരള ജമിയത്തുൽ ഉലമ ഇവരൊരു സമ്മേളനം നടത്തുക. അതിൻ്റെ ഫ്ലക്സും കാര്യം കാണുന്നുണ്ട്. സമ്മേളനത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് തോന്നുന്നുണ്ട്. ഏതായാലും ഈ ഒരു സംഘടനയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാമെന്ന് വിചാരിച്ചു. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ നാമം ഉണ്ടല്ലോ, ഈ നാമം ഇവർ അടിച്ചു മാറ്റിയതാണ്. ഇത് ഇവരുടെ ഒറിജിനൽ പേരല്ല. സത്യത്തിൽ ഇവർ മൊത്തത്തിൽ തലതിരിഞ്ഞ കേസും അത് മാത്രമല്ല ഉടായിപ്പും ഫിത്നയും ഒക്കെ തന്നെയാണ്. 1920 കാലഘട്ടങ്ങളിൽ, 21 കാലഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ 26, 30 കാലഘട്ടങ്ങളിൽ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഐക്യസംഘം എന്ന പേരിലാണ് ഇവർ രൂപം കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നത്തെ മുജാഹിദ് എന്ന് പറയുന്ന വിഭാഗം, സലഫികൾ എന്ന് പറയുന്ന വിഭാഗം, വഹാബികൾ എന്ന് പറയുന്ന വിഭാഗമായിരുന്നു അന്നത്തെ ഐക്യസംഘം. കാലക്രമേണ ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം 20 വർഷം കൂടുമ്പോൾ ഇവരിങ്ങനെ പേര് മാറ്റിയും ഇവരുടെ നിലപാട് മാറ്റിയും ഇവരുടെ പ്രവർത്തനങ്ങൾ മാറ്റിയും മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ രീതി. 1920 കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഇവരുടെ ഈ നയമാറ്റം. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മളെ പണ്ഡിതന്മാർ സമസ്തയുടെ അതല്ലെങ്കിൽ അന്നത്തെ സുന്നി പണ്ഡിതന്മാർ ഇവരെ കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഇവർക്കെതിരെ ശക്തമായൊരു നിലയുറപ്പിക്കേണ്ടതുണ്ടെന്നും ഇവർക്കെതിരെ ശക്തമായിട്ട് പ്രബോധനം രംഗത്ത് സജീവമായി നിൽക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് നമ്മുടെ പണ്ഡിതന്മാർ മുഷാവറ കൂടുകയും കമ്മിറ്റി കൂടുകയും എന്ത് ചെയ്യാൻ കഴിയും എന്ന രീതിയിലെ പ്രവർത്തനങ്ങളുമായി ചെറിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ സംഘടന അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതിന് പറ്റിയൊരു പേര് എന്ത് എന്ന് കണക്കൂട്ടി അങ്ങനെ ഒരു പേര് കണ്ടെത്തി. അതാണ് കേരള ജമിയത്തുൽ ഉലമ. അന്ന് സമസ്തയുടെ അക്കാലത്തെ 1920 കാലഘട്ടങ്ങളിലെ 26 കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ കണ്ടെത്തിയ പേരാണ് കേരള ജമിയത്തുൽ ഉലമ എന്ന പേര്. ആ പേര് ഇടാമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പേര് ഇവിടുന്ന് ചാരപ്പണി എടുത്തുകൊണ്ട് ഉള്ളിൽ കൂടെ വള്ളം കടത്തിയെന്ന് പറഞ്ഞിരുന്നു. ആ രീതിയിൽ അന്നത്തെ ഐക്യസംഘം ടീം പോയിട്ട് രജിസ്റ്റർ ചെയ്തു. ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്ന നേരത്തെ ഇത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറലോകം അറിയിച്ചുകൊണ്ട് അതിലൂടെ പേര് അവർ അടിച്ചു മാറ്റി രജിസ്റ്റർ ചെയ്തു. അന്നത്തെ പണ്ഡിതന്മാർ തീരുമാനിച്ച് എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ വലിയ കുതിർത്ത് കൊണ്ട് തന്നെ ആ പേരിൻ്റെ കൂടെ സമസ്ത എന്നും കൂടി കൂട്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാക്കി നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതാണ് ഇന്നത്തെ നമ്മുടെ 100 വർഷം പൂർത്തിയാകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതോടുകൂടെയുള്ള SYS ഉണ്ട്, മുസ്ലിം ജമാഅത്ത് ഉണ്ട്, SSF ഉണ്ട്, അങ്ങനെ മുഅല്ലിം സംഘടനകളുണ്ട്. അങ്ങനെ നിരവധി സംഘടനകളും നിരവധി പ്രവർത്തനങ്ങളും നിരവധി പള്ളികളും മദ്രസകളും സംവിധാനങ്ങളും ഒരുക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ കള്ളപ്പേരും വെച്ചുകൊണ്ട് ഇവരുടെ കേരള ജമിയത്തുൽ ഉലമ എന്ന രീതിയിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ചെറുത്ത് നിൽക്കണം. അതുമാത്രമല്ല ഇത്തരം വ്യാജ സംഘടനകളിൽ ഒരിക്കലും നമ്മൾ പങ്കാളികളാവരുത്. അവർ പള്ളി ഉണ്ടാക്കും, മദ്രസ ഉണ്ടാക്കും, അവർ ദീനി പ്രബോധനമാണെന്ന് പറഞ്ഞുകൊണ്ട് സദസ്സുകൾ സംഘടിപ്പിക്കും. പക്ഷേ ഇതിലൊന്നും മുസ്ലിങ്ങൾക്ക് ഒരു പങ്കും ഉണ്ടാകാൻ പാടില്ല. മുസ്ലിങ്ങൾ ഇതിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മളെ ഇബ്ലീസ് വഴിതെറ്റിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ നടത്തുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് കൂടെ അടിയുറച്ച് നിൽക്കുക. അതിൻ്റെ പള്ളികളിലും മദ്രസകളിലും അതിൻ്റെ പ്രബോധന വേദികളിലും നമ്മൾ നിറഞ്ഞു നിൽക്കുക. നമ്മൾ പ്രബോധകരായിട്ട് മാറുക. കാരണം നമ്മൾ നാളത്തെ തലമുറയ്ക്ക് ദീൻ എത്തിച്ചു കൊടുക്കേണ്ട ആളുകളാണ്. ആ ഒരു ബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അതിനിടയിൽ ഇത്തരത്തിലുള്ള മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുക, പള്ളി വേറെ ഉണ്ടാക്കുക, മദ്രസ വേറെ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തികളുമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു 100 വർഷം പോലും പൂർത്തിയാകാത്ത ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നമ്മൾ എന്തിനു നിലനിൽക്കണം? നമുക്കൊരു നിലപാടുണ്ട്, നമുക്ക് ഒരു സനദുണ്ട്, നമുക്കൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ പണ്ഡിതന്മാരെ പാരമ്പര്യം നോക്കിയാൽ തന്നെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന രീതിയിലുള്ള പാരമ്പര്യമാണ്. ആ പാരമ്പര്യം പോലും ഇല്ലാത്ത ഇവരുടെ ഉടായ്പകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ വഹാബി മുജാഹിദ് സലഫികളുടെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. അവരുടെ ഫിത്നയിൽ പെട്ടുപോകരുത്. അവർ പലതും കളിക്കും. അതൊക്കെ നമ്മളെ വഴിതെറ്റിക്കാനാണ്, ഇബ്ലീസിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാനാണ്. ഈ പേര് തന്നെ അടിച്ചു മാറ്റിയതാണ്, തലതിരിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് തന്നെയാണ് ഇതിന് ശരി. ഒരാൾക്കും ഇത് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഐക്യസംഘം എന്ന പേരിൽ ആദ്യം രൂപപ്പെടുകയും പിന്നീട് ഈ പേര് രജിസ്റ്റർ ചെയ്യുകയും പിന്നെ കാലക്രമേണ പല പേരിലും പല പ്രവൃത്തിയിലുമാണ് ഇവർ രംഗപ്രവേശനം ചെയ്തു വന്നിട്ടുള്ളത്. സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്ന ടീം തന്നെയാണ്. അന്നൊന്നും ആ ഒരു ബോധം, ആ ഒരു പറച്ചിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതൊക്കെ 1960 ശേഷമാണ് അവർ ഏതോ ഒരു പള്ളിയിലൊക്കെ പോയിട്ടുള്ള പ്രചാരം നേടിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ അവർ പല നിലക്കും പലരും തന്നെ ഭിന്നിച്ച് എത്രയോ 8, 10, 15 പാർട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാഫിറും മുശ്രിക്കും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളെ തന്നെ അവർ മുസ്ലിം അല്ല എന്ന് പറയുന്ന രീതി വരെ ഉണ്ട്. അതുകൊണ്ട് ഇത്തരക്കാരെ കരുതിയിരിക്കുക. ഈ കേരള ജമിയത്തുൽ ഉലമ വ്യാജമായ പേരാണ്, അടിച്ചു മാറ്റിയതാണ്. ഇതിൻ്റെ യഥാർത്ഥ രൂപം, പൂർണ്ണമായ രൂപം ഈ കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ നാവിൽ നിന്നും വന്ന പേരാണ്. ആ പേരിനെയാണ് ഇവർ അടിച്ചു മാറ്റിയത്. ഇപ്പോൾ അത് അടിച്ചു മാറ്റി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അന്നത്തെ പണ്ഡിതന്മാർ സമസ്ത എന്ന് കൂട്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാക്കി മാറ്റി ഇന്ന് നമുക്ക് മുമ്പിൽ തിളങ്ങി നിൽക്കുകയാണ്. 100 വർഷം പൂർത്തിയാക്കുകയാണ്. അതിൻ്റെ സമ്മേളന പരിപാടിയിലാണ് നമ്മൾ കേരള മുസ്ലിങ്ങൾ. അള്ളാഹു എല്ലാം ഹൈറായ രീതിയിൽ ഭംഗിയായി സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.